ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ബോറടിച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു. കാരണം ഇപ്പം വ്യൂസ് ഒക്കെ വളരെ കുറവ്. ആരും കമന്റുകളൊന്നും ഇടുന്നില്ല. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറഞ്ഞു നിൽക്കുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കമന്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, തുടക്കമെന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാണുന്നവർ വേണം അതൊന്ന് പറഞ്ഞ് തിരുത്തി തരാൻ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയുക. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു ഇൻസിഡന്റ് ആയിരുന്നു. അപ്പൊ അത് ഒരു 2014. ഞാൻ ഇനി ഒരുപാട് കഥകൾ പറയാനുണ്ട്. കാരണം അതൊന്നും പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ ഇനി ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ കുറച്ച് അനുഭവിച്ച കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി വീണ്ടും നമ്മൾ ഒരു കടമൊക്കെ ഒതുങ്ങി ഒരു പരുവത്തിലേക്ക് വന്നു. പിന്നെ കുറച്ച് കടങ്ങളൊക്കെ ഉള്ളായിരുന്നു. ഒരു സമാധാനത്തിന്റെ വഴിയിലേക്ക് എത്താറായപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വീണ്ടും ഒരു ഇൻസിഡന്റിലേക്ക് പോയത്. അപ്പോഴ് 2014 ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ആദ്യം നമുക്ക് ഓണമായിരുന്നു ആ വർഷം. അപ്പൊ ഓഗസ്റ്റ് ഒരു 24, 25 ആ സമയമായിരുന്നു. അന്നേരം 25-ാം തീയതി രാവിലെ എണീക്കുമ്പം മൊബൈലിൽ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നു, മോളുടെ സ്കൂളിലന്ന് അവധിയാണെന്നുള്ളത്. അപ്പൊ മോളും എണീറ്റിട്ടില്ല, മോനും എണീറ്റിട്ടില്ല. അപ്പൊ ഞാൻ എണീറ്റ് രാവിലെ കുളിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞ് നമുക്ക് അവളോടൊന്നും പറയണ്ട, അവള് രാവിലെ എണീച്ചങ്ങ് ഒരുങ്ങട്ടെ, ഒരുങ്ങി കഴിയുമ്പോൾ നമുക്ക് പറയാം ഇന്ന് സ്കൂളിൽ പോകണ്ടെന്ന്. അപ്പൊ അവളുടെ സന്തോഷം കാണാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ അങ്ങ് പോയെങ്കിലും അച്ഛൻ മോളുമായിട്ട് ഭയങ്കര ഭയങ്കര ബന്ധമായിരുന്നു. അപ്പം മോള് എണീച്ച് വന്നപ്പോ ഇങ്ങനെ ഇരുന്നപ്പം അച്ഛന് സങ്കടം. മോൾ ഇച്ചിരി നേരം കൂടെ കിടക്കുന്നെങ്കിൽ കിടന്നോട്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ രഹസ്യമായിട്ട് മോളോട് പറഞ്ഞു കൊടുത്ത്, മോളെ ഇന്ന് സ്കൂളില്ല, അമ്മ പറഞ്ഞിട്ട് പോയത് മോളെയോട് പറയണ്ടാന്ന്. പക്ഷെ മോള് ഇന്ന് സ്കൂളില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നു. അപ്പൊ ഇവളെന്നെ കണ്ടപ്പോഴേ അങ്ങ് ചിരിച്ച് ഞാൻ ചോദിച്ചു എന്ത് സ്കൂളിൽ പോകാനൊന്നും ഒരുങ്ങുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഇവക്ക് ചിരി അങ്ങ് പൊട്ടി. ഇവള് പറഞ്ഞു, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, അമ്മയെ എന്നെ പറ്റിക്കണ്ട, അച്ഛൻ എന്നോടെല്ലാം പറഞ്ഞു എനിക്കിന്ന് സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പുള്ളിക്കാരിക്ക് അന്ന് പോകണ്ടായിരുന്നു. അപ്പൊ അച്ഛന്റെ കുടുംബക്ഷേത്രത്തിൽ അന്ന് ദേവപ്രശ്നമായിരുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അന്ന് പോകാനായിട്ട് ഇദ്ദേഹം മടിച്ചിരിക്കുമായിരുന്നു. അപ്പൊ തലേന്ന് അളിയൻ വിളിച്ചിട്ട് പറഞ്ഞ് പോയേ പറ്റൂ, ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് രാവിലെ അദ്ദേഹം പാനായിട്ടൊരുങ്ങി മോളന്ന് ഷർട്ടും മുണ്ടും ഒക്കെ തേച്ച് അച്ഛനെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിട്ട്. ബാക്കി അടുത്ത എപ്പിസോഡിൽ. ബൈ.